ഓം ശാന്തി. സൈലൻസ് മെഡിറ്റേഷനിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചക്രയെ കുറിച്ചാണ്. സൈലൻസ് മെഡിറ്റേഷൻ വിശുദ്ധി ചക്രമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 5th ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിശുദ്ധി ചക്രയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പദത്തിൽ തന്നെ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടുണ്ട്. വിശുദ്ധി അർത്ഥം പ്യൂരിഫിക്കേഷൻ അഥവാ പരിശുദ്ധമായത്. അതിന്റെ ഈ പ്രവർത്തനം തന്നെയാണ് ഈ 5ാമത്തെ ചക്രത്തിന് വിശുദ്ധി ചക്ര എന്ന് പേര് വരാനും കാരണമായത്. വിശുദ്ധി ചക്ര കേവലം ശാരീരിക തലത്തിൽ മാത്രമല്ല പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്, നമ്മുടെ മാനസിക ലെവലിലും ഇത് പരിശുദ്ധത കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്ന അതോ പതിഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും, പല സങ്കടകരമായിരിക്കുന്ന അഥവാ വളരെയധികം വേദനകൾ ഉണ്ടാക്കിയിരിക്കുന്ന അനുഭവങ്ങള് നമ്മുടെ മനസ്സിനകത്ത് അത് പതിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കാരണം മനസ്സിന്റെ നെഗറ്റീവ് ആയിരിക്കുന്ന ഫീലിങ്സ്, ഇമോഷൻസ് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ളത് വാസ്തവികമാണ്. അപ്പൊ നമ്മൾ എന്ത് തന്നെ എക്സസൈസ് അഥവാ മെഡിറ്റേഷൻ അഥവാ ചക്രാസ് ഇതെല്ലാം നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി പ്രയോഗിക്കുമ്പോഴും നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഏതുപോലെ ശരീരത്തിനകത്തുള്ള വിഷാംശത്തെ നമ്മൾ പുറത്തു കളയുന്നു, അതുപോലെ തന്നെയാണ് മനസ്സിൽ കൂടിയിരിക്കുന്ന അശുദ്ധതയെ, വിഷാംശത്തെ നമ്മൾ പുറന്തള്ളേണ്ടത് അനിവാര്യമായിരിക്കുന്നത്. അപ്പൊ വിശുദ്ധി ചക്ര മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ടോട്ടലി നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം വിഷാംശങ്ങളുണ്ടോ അത് പുറത്തേക്ക് കളയുന്നു. അതുപോലെ മനസ്സിനെയും ആരോഗ്യപ്രദവും പവർഫുൾ ആൻഡ് പീസ്ഫുൾ ആക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു. വിശുദ്ധി ചക്ര നമുക്കറിയാം തൊണ്ടയുടെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ത്രോട്ട്, ആ ഒരു കേന്ദ്രത്തെയാണ് നമ്മൾ വിശുദ്ധി ചക്രയെ സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ വിശുദ്ധി ചക്ര നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസിനെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ശബ്ദത്തിന്റെ ആധാരത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ടോ, ഫീലിങ്സ് ഉണ്ടോ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതിനെ സഹായിക്കുന്നതാണ് വിശുദ്ധി ചക്ര. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ആവശ്യവും അത് തന്നെയാണ്. ആരോടും ഒന്നും പറയാതെ സംസാരിക്കാതിരിക്കുക, അഥവാ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഭാവത്തെ, ഭാവനയെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റാതിരിക്കുക. അതിലൂടെ നമ്മൾ ശാരീരികമായും തളരുക മാത്രമല്ല മാനസികമായും നമ്മളിൽ തളർച്ച ഉണ്ടാക്കിയെടുക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശുദ്ധി ചക്ര അത്രയും പവർഫുൾ ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. എപ്പോഴും ശുദ്ധത അതില് ആവശ്യമാണ്. അപ്പൊ വിശുദ്ധി ചക്ര ഈസ് കണക്റ്റഡ് ടു സൈലൻസ് മെഡിറ്റേഷൻ. അപ്പൊ നമ്മൾ മുഴുവൻ സമയവും നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. അതിന്റെ ആധാരത്തിൽ അതിന്റെ എഫക്റ്റ് വളരെയധികം ഡീപ്പായിട്ട് ഈ വിശുദ്ധി ചക്രയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ വളരെയധികം എഫക്റ്റീവ് ആയിട്ടാണ് അത് ബാധിക്കുന്നത്. ടോട്ടൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്ത് പ്യൂരിഫൈ ചെയ്യുന്നു. കാരണം നമ്മുടെ പ്രാണവായു തന്നെയാണ് ഓക്സിജൻ. അതിന്റെ പ്യൂരിഫിക്കേഷൻ മസ്റ്റ് ആൻഡ് ഷുഡ്. അപ്പൊ നമുക്ക് ഇന്ന് കേവലം ആ വിശുദ്ധി ചക്രയെ നമുക്ക് കേന്ദ്രീകരിക്കാം. എത്രമാത്രം എൻ്റെ വിശുദ്ധി ചക്ര
ആക്ടിവേറ്റ് ആണ്, പവർഫുൾ ആണ്, ശുദ്ധമാണ് എന്നുള്ളത് നമ്മൾ സ്വയം അനലൈസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അലേർട്ട് ആയിട്ടിരിക്കാം. വളരെ സ്വസ്ഥമായി ശാന്തമായിരിക്കുക, കംഫർട്ട് ഫീൽ ചെയ്യുക. കാരണം വിശുദ്ധി ചക്രം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വളരെയധികം കംഫർട്ട് ഫീൽ ഉണ്ടാകണം. അതുപോലെ തന്നെ വളരെയധികം സ്വതന്ത്രമായതിന്റെ അനുഭൂതി നമുക്ക് ഉണ്ടാകണം. ടോട്ടൽ ബോഡി റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ മനസ്സിനെയും ബാഹ്യമായ ചിന്തകളിൽ നിന്നും ചിന്താഗതികളിൽ നിന്നും പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള ബോണ്ടേജസിൽ നിന്നും നിശബ്ദമാക്കുക. മൂന്ന് പ്രാവശ്യം ഡീപ് ബ്രീത്ത് എടുക്കുക. സ്വസ്ഥമായി ആദ്യം ശുദ്ധമായ ഓക്സിജൻ ഇൻഹേൽ ചെയ്യുക, ഫീൽ ചെയ്യുക. ടോട്ടൽ ബോഡിയിലേക്ക് ഓക്സിജൻ നിറയുന്നതായി അനുഭവം ചെയ്യുക. എക്സേൽ. വീണ്ടും ഡീപ് ബ്രീത്ത്. Inhale, exhale. Deep breath എടുക്കുക. Inhale, exhale. ഭൗതികമായ ചുറ്റുപാടിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിനെ എന്നിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ശിരോമധ്യേ ചൈതന്യ ഊർജത്തിലേക്ക്, ഞാൻ ആത്മാവിലേക്ക് എൻ്റെ മനസ്സ് കേന്ദ്രീകരിക്കപ്പെടുന്നു. ഞാൻ ആത്മാ ഈ ശരീരത്തിൻ്റെ അധികാരിയാണ്. ഈ ശരീരത്തെ നടത്തിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ചൈതന്യ ഊർജമാണ്. ശരീരമാകുന്ന വിളക്കിൽ അഖണ്ഡമായി ജ്വലിക്കുന്ന അണയാ ദീപമാണ് ഞാൻ. ഓജസ്സും തേജസ്സും കൂടിയ ദിവ്യ ചൈതന്യ നക്ഷത്രമാണ് ഞാൻ. പരിശുദ്ധതയുടെ പ്രതിരൂപമാണ് ഞാൻ. സത്യശാന്തി എൻ്റെ സ്വധർമ്മവും സ്വഭാവവുമാണ്. ആ സത്യശാന്തിയുടെ അനുഭൂതി ഞാൻ നുകരുന്നു. എൻ്റെ മനസ്സ് ശാന്തവും നിശബ്ദവുമാണ്.
പതുക്കെ ഞാൻ എൻ്റെ ശ്രദ്ധയെ ഞാൻ വേറിട്ട് നിന്നുകൊണ്ട് എൻ്റെ വിശുദ്ധി ചക്രയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അകക്കണ്ണിലൂടെ ഞാൻ എൻ്റെ വിശുദ്ധി ചക്രയെ നിരീക്ഷിക്കുകയാണ്. ഊർജ കേന്ദ്രമായ വിശുദ്ധി ചക്രം 16 എതളുകളോട് കൂടി ഒരു താമരയെ പോലെ വിടർന്നു നിൽക്കുന്നു. അധിക പ്രകാശമല്ലാതെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. I can feel some impurities within me. I feel myself. I realize myself. I am the only healer of the body. എന്നിൽ ഉണരുന്ന പോസിറ്റിവിറ്റി എൻ്റെ വിശുദ്ധി ചക്രയിലേക്ക് പ്രവഹിച്ച് അതിൻ്റെ പ്രവർത്തനത്തെ ശക്തപ്പെടുത്തുന്നതായി അനുഭൂതി ചെയ്യുന്നു. എൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം തന്നെ വിശുദ്ധി ചക്രയുടെ ആധാരത്തിലാണ് പ്രകടമാകുന്നത്. ഞാൻ എന്നെ ഇപ്പോൾ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിനെ, ബുദ്ധിയെയും പരമപവിത്രമായ സുപ്രീം ലൈറ്റുമായി ബന്ധിപ്പിക്കുന്നു. എൻ്റെ ശിരസിനും 8 ഇഞ്ച് മുകളിലായി എൻ്റെ രചയിതാവായി ആ പരമപ്രകാശത്തെ ഞാൻ അനുഭവം ചെയ്യുന്നു. പരമമായ തേജസ്സോടുകൂടി പ്രകാശിച്ചു നിൽക്കുന്ന ആ സുപ്രീം ലൈറ്റിൽ നിന്നും സുപ്രീം എനർജിയുടെ പ്രവാഹം ഞാൻ ആത്മാവിൽ നിറയുന്നു. ആത്മീയ ഊർജം ആജ്ഞാചക്രത്തിൽ നിന്നും 7 ഊർജ കേന്ദ്രങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായി ഞാൻ അനുഭൂതി ചെയ്യും. എൻ്റെ ശരീരത്തിനകത്ത് ഇപ്പോൾ 7 കേന്ദ്രങ്ങളും പവർഫുള്ളായി ആക്ടിവേറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. ഊർജ പ്രവാഹത്തിന്റെ ആധാരത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ ടോക്സിൻസും റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു, പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിൽ ഊർജം, ആത്മീയതയുടെ ഊർജം
പ്രകാശരശ്മികളാൽ നിറയുകയാണ്. ഓരോ ഊർജ കേന്ദ്രങ്ങളും ആക്ടിവേറ്റായി ശക്തമായി സുഗമമായി പ്രവർത്തിക്കുന്നതായി ഞാൻ അനുഭവം ചെയ്യുന്നു. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപ്പുര ചക്രം, അൻഹത് ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, സഹസ്രാരം. ഈ 7 ചക്രങ്ങളും ആക്റ്റീവായിരിക്കും. സുപ്രീം സർജനായ, സുപ്രീം വൈദ്യനായ ആ ഈശ്വര ചൈതന്യത്തിൽ നിന്ന് പ്രവഹിച്ച ആത്മീയ ഊർജത്തിന്റെ പ്രഭാവം എന്നിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കും. എൻ്റെ മനസ്സ് ടോട്ടലി പോസിറ്റീവായി മാറിയിരിക്കും. I am the powerful. I am the positive. I am the healthy being. മനസ്സുകൊണ്ട് ഞാൻ പീസ്ഫുൾ ആണ്. മനസ്സെല്ലാ ബന്ധനത്തിൽ നിന്നും മുക്തമാണ്. മനസ്സ് സ്വതന്ത്രമാണ്. ആത്മാവും ശരീരവും മനസ്സും ക്ലിയർ ആൻഡ് ക്ലീൻ ആയിരിക്കും. എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും ഇല്ലാതായിരിക്കും. എന്നിലുള്ള എല്ലാ രോഗാണുക്കളും ഇല്ലാതായിരിക്കും. എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഡിസോർഡേഴ്സും ഇല്ലാതായിക്കൊണ്ടിരിക്കും. എൻ്റെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓർഗൻസ് എല്ലാം വളരെ സുഗമമായി ആത്മരാജാവായ എൻ്റെ ആജ്ഞാനുസാരം പ്രവർത്തിക്കും. എന്നിൽ നിന്നും ഈ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എനിക്ക് ചുറ്റും അന്തരീക്ഷത്തിലേക്ക് പ്രസരിപ്പിക്കപ്പെടുന്നു. ഏതുപോലെ ഞാൻ പോസിറ്റീവ് ആയിരിക്കുന്നു, അതുപോലെ എനിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷവും എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മനുഷ്യരും പോസിറ്റീവ്നെസ്സിന്റെ ഫീൽ ചെയ്യുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ മെഡിറ്റേഷൻ ആൽഫ മെഡിറ്റേഷൻ ടെക്നിക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൽഫ മെഡിറ്റേഷൻ ടെക്നിക്ക് വഴി
24 മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ഈ അഭ്യാസം ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ആവുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. മുഴുവൻ ദിവസത്തിലും 1.5-2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. കാരണം ഈ ഒരു അഭ്യാസത്തിലൂടെ നമ്മുടെ ശരീരത്തില് ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിലും എല്ലാവരും ശ്രദ്ധിക്കുക.